അലർജി രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും പുളിയുള്ള പഴങ്ങൾ കഴിക്കരുത് എന്നുള്ളത്. സത്യത്തിൽ പുളിയുള്ള പഴങ്ങൾ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. എല്ലാ ആളുകളിലും ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ലെങ്കിലും ചില ആളുകളിൽ പുളിയുള്ള പഴങ്ങൾ, അതായത് സിട്രസ് പഴങ്ങൾ, നാരങ്ങ, ഓറഞ്ച്, മുന്തിരി പോലുള്ള സിട്രസ് പഴങ്ങൾ കഴിക്കുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സിട്രസ് പഴങ്ങൾ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അലർജി ലക്ഷണങ്ങളെ ചില ആളുകളിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കാരണമാവാറുണ്ട്. പിന്നെ നമുക്കറിയാം pH വളരെ കുറഞ്ഞ അസിഡിക് നേച്ചർ ഉള്ള പഴങ്ങളാണ് സിട്രസ് പഴങ്ങൾ. ഇത് പലപ്പോഴും അലർജി ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ സിട്രസ് പഴങ്ങൾ പിഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ലിമോണിൻ, ബീറ്റാപിനൈൻ തുടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെ ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതും അലർജി ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കും. നമുക്കൊക്കെ അറിയാം സിട്രസ് പഴങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്ന ഒരു മെയിൻ ഘടകമാണ് വൈറ്റമിൻ സി എന്നുള്ളത്. കാര്യമൊക്കെ ശരിയാണ്, എങ്കിലും ചില ആളുകളിൽ ഇത് അലർജി ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായത് നാരങ്ങ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ പഴങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പഴങ്ങൾ ഉപയോഗിക്കുമ്പോൾ അലർജി ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കുറഞ്ഞ പഴങ്ങൾ, അതായത് വാഴപ്പഴം, ആപ്പിൾ തുടങ്ങിയ പഴങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും ഒരു കാര്യം പറയട്ടെ, ഓരോ മനുഷ്യരുടെയും ശരീരം വ്യത്യസ്തമാണ്. മേൽപ്പറഞ്ഞ സിട്രസ് പഴങ്ങളുടെ ഉപയോഗം വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് പറയാൻ കഴിയില്ല സിട്രസ് പഴങ്ങൾ ഉപയോഗിച്ചാൽ അലർജി കൂടും എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതികളെ ക്രമീകരിക്കുകയും ചെയ്യുക. ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.